ഓക്കെ ഗായ്സ്, ഏവർക്കും ദ ബൈ റോഡ് നറേറ്ററിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ദ ലെഗസി ഓഫ് കെയിൻ സോൾ റീവർ 2 എന്ന് പറയുന്ന ഗെയിമാണ്. സോ ഇതുവരെ റാസിൽ കെയിനെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ഓരോരോ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഓരോരോ എലമെന്റ്സ് ഒക്കെ അൺലോക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. അങ്ങനെ യാനോസ് ഓർഡറിനെ കണ്ടപ്പോൾ റാസിന് തന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് യാനോസ് ഓർഡറിന്റെ മരണം കാണുകയും, അതായത് റാസിന്റെ ഫോർമർ റാസിയലായ, അതായത് ഹ്യൂമൻ റാസിയിലെ യാനോസ് ഓർഡറിനെ കൊലപ്പെടുത്തുകയും അയാളുടെ ഹാർട്ട്, നമ്മളതിനെ ബ്ലാക്ക് ഹാർട്ട് എന്ന് വിളിച്ചു, ആ ഹാർട്ടും കൊണ്ട് ഇവിടെ നമ്മുടെ ഈ സറഫാന്റെ സ്ട്രോങ് ഹോളിലോട്ട് കൊണ്ടുവന്നേക്കാണ്. അങ്ങനെ റാസിയിൽ അതിനെ തേടിയാണ് വരണത്. ആക്ച്വലി അത് ആ ഹാർട്ട് എടുത്തുകൊണ്ട് യാനോസിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവച്ചതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. സോ നമുക്കിനി മുമ്പോട്ട് കളിക്കാം. എന്താണ് ഇനി സംഭവിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവരൊക്കെ അവിടെ ഇരിക്കുന്നു. ഇങ്ങനത്തെ ഈ സാധനങ്ങളാണ് നമുക്ക് ആക്ച്വലി കുഴപ്പം പിടിച്ച ഒക്കെ കൊന്നു. നമ്മൾ അവരെ പിറകെയൊന്നും പോകണില്ല. ഓക്കെ, അവരെയും കൊന്നു. നമ്മൾ ഒരാളെ സോളോ എടുക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടിടക്കാൻ അവിടെ ഫയറിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു സിമ്പിൾ കണ്ടായിരുന്നു ഫയറിൻ്റെ അത്. സോ നമ്മൾ ഫയർ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ ഒന്ന് പോയിട്ടില്ല. ഒരാൾ നമ്മളെ പിറകെയുണ്ട്. നമുക്ക് കൊല്ലാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സില്ല കൊല്ലാൻ, അതുകൊണ്ട് തന്നെയാണ്. സോ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മളത് ഓണാക്കിയത് ഫയറിനെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. സോ നമ്മൾ ഓണാക്കി. ഇപ്പോൾ വെള്ളം വറ്റുമോ? ആക്ച്വലി വെള്ളം ഇത്രയും ഭാഗം വറ്റിക്കൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് വറ്റിയില്ലേ. റാസിൻ്റെ ട്രയൽ കണ്ടോ? ട്രയൽ കൊള്ളാല്ലേ. ആ ഡീറ്റെയിലിങ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇവ നമ്മുടെ പിറകെ വരികയാണ്. ഞാൻ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നില്ല. ആക്ച്വലി ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. ഇവരെയും കൊല്ലാൻ വേണ്ടി നിൽക്കുന്നില്ല. ദേ ആർ ഓൾസോ വേസ്റ്റ് ഓഫ് ടൈം. എന്നിട്ട് കാരണം ഇവിടെ എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ കുറച്ച് എപ്പിസോഡ് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായായിരുന്നു. സോ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു നോക്കട്ടെ, ഇവിടെ വല്ലതും ഉണ്ടാവുന്നു. കുറച്ച് മുകളിലോട്ടായി പോകും. നമുക്കൊരു താഴോട്ട് അടിക്കാം. ഓക്കെ, ഈ സംഭവം കൊള്ളാം. സ്നൈപ്പിങ് ചെയ്യുന്ന കണക്കായിരുന്നു. ആക്ച്വലി ഡോർ ഓപ്പൺ ആയി. സോ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം. പിന്നെ അത് ഓഫാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ എന്തായാലും ആരെയും കൊല്ലാനൊന്നും നിൽക്കുന്നില്ല. കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ നെസസിറ്റി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. സോ ഈ ടൈമിൽ പോലും നമ്മളെ കൊല്ലാൻ വേണ്ടി മറ്റേ ഡീമൺസ് വന്നായിരുന്നു. സോ ഞാൻ കൊല്ലാൻ വേണ്ടി നിൽക്കില്ല. ദാറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. സോ ഇവരെ കൊല്ലാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ടൈം. ഓക്കെ, ഡോറ് ക്ലോസ് ആയി. അവരെ കൊല്ലാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ടൈം പോവത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. വേസ്റ്റ് ഓഫ് ടൈം. വായ് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ മാത്രമേ നമ്മൾ ഉപദ്രവിക്കാൻ പാടുള്ളൂ. ഓ, ഇവരെ ഉപദ്രവിക്കാതെ പോകാൻ പറ്റത്തുമില്ല. സോൾ റിവർ എടുക്കൂ. ഓക്കെ, ഓക്കെ, അവരെയും കൊന്നു. ഇതാണ് തോന്നുന്നു തന്നെ. ഇത് തന്നെ. ഓക്കെ, അവിടെ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തായിരിക്കും. ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. എന്താണ് നമുക്ക് നോക്കാം സംഭവിക്കുന്നത്. Okay, Soul Reaver. Inexplicably, I discovered the Reaver suspiciously laid across my path. Again, I sensed nothing of that temporal distortion, the peculiar sense of displacement I had felt when I encountered the Reaver in William's chapel. Cornered here with the blade, I suffered the same nameless dread that I had experienced when Janos first presented the Reaver to me. I felt at once repelled by the blade, and yet
overwhelmingly compelled to seize it. Okay. So, Mobius. here we Mobius are, in the right finally. blade of You have no choice but to confront me now. And I am not so foolish as I've let you believe. We have business to conclude. You knew I would lead the Sarafan to Janos, you vile bastard. You've been orchestrating my every move. My destiny is an amusement to you. It was fun while it lasted. I think not, Raziel. Malik, do not let this creature leave. He poses a danger to the Circle. Poor, deluded Raziel. Did you somehow imagine you had the guile to change history on me? I'm the time streamer. I knew your every intention before you did, you imbecile. All your gods! They can feast on your corpses! Lord Mobius, there is trouble within. The Circle is under Hold attack. fast, Malik. Circle is under attack. Is the real danger. ഓ സോ ദിസ് ടൈം ആണ് എല്ലാം ഉണ്ടാവണത്. സർക്കിളിനെ ഇപ്പൊ കൊന്നേക്കാണ് കേട്ടാ. ഇപ്പോഴാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. Did you imagine I'd simply allow you to run loose, corrupting everything you encounter? I admit that I've underestimated you to this point, Mobius. It's a mistake I won't repeat. Wrong again, Raziel. Now, Malik, bolt the door. Using his staff to disable my Wraithblade, Mobius effectively disarmed me, leaving me with only one choice of weapon. And yet I confess, it was not the lack of options, but blind rage that made me take up the Reaver. In my fury, it felt as though my hand had acted of its own will. And now, that same hand clutched the hilt with unyielding strength, and I felt a constrained tingling, a remote but palpable sense of longing, as the disabled Wraithblade tried vainly to embrace its physical twin. ഓക്കെ സോ ഈ സമയത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ മോബിയസ് അതായത് റാസിയൽ ഈ സോൾ ഡ്രൈവർ എടുത്തപ്പോൾ റാസിയലിനെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ മറ്റേ നമ്മുടെ യാനസോഡിന് പറഞ്ഞായിരുന്നു ഇത് വാമ്പയർ എനർജി കൊണ്ടുണ്ടോ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോബിയസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മോബിയസിൻ്റെ ഇതുകൊണ്ട് ആ മന്ത്രശക്തി കൊണ്ട് റാസിയലിൻ്റെ ഇത് സ്റ്റാഫിൻ്റെ അതുകൊണ്ട് റാസിയലിൻ്റെ റോത്ത് ബ്ലേഡ് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല, അതായത് നമുക്ക് ഓൺ ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഡിസേബിൾഡ് ആയി. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ ശബ്ദങ്ങൾ കേട്ടായിരുന്നു, അതായത് സർക്കിൾ ഓഫ് 9 അവിടെ അറ്റാക്ക് കിടക്കുന്നത്. അപ്പം ഈ സമയത്താണ് ആ സർക്കിൾ ഓഫ് 9 എല്ലാവരെയും കൊല്ലുന്നത്, സർക്കിൾ ഓഫ് 9 എല്ലാവരും മരണപ്പെടുന്നതും അതായത് കൊല്ലപ്പെടുന്നതും കറപ്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലെല്ലാം കൂടെ ഒരു എന്താണ് പറയണത്, ഒരു ആക്ച്വലി മോബിയസ് പ്ലാൻ ചെയ്ത കണക്കുകളാണ് എല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം റാസിയൽ വരണമെന്നും റാസിയൽ യാനസ് അടലിലോട്ട് നയിക്കുമെന്നും അവന് ആർക്ക് മോബിയസിനെ അറിയാമെന്നും അങ്ങനെ തന്നെ വന്നു. അങ്ങനെ യാനസ് ഓർഡറിനെ കൊന്ന് ബ്ലാക്ക് ഹാർട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ഒരുപാട് സീക്രട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ റാസിയൽ ഈ ബ്ലേഡ് എടുക്കാനുള്ള സ്ഥിതി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസിൻ്റെ റൈറ്റ് ബ്ലേഡും ഓഫായി ഇവിടെ ഡിസേബിൾ ആയിട്ടിരിക്കുകയാണ്. സോ റാസിന് ഒരേ ഒരു ഓപ്ഷനുള്ള ഈ ബ്ലേഡ് എടുക്കുക എന്നുള്ളത്. പക്ഷേ റാസിൽ ബ്ലേഡ് എടുത്തപ്പോൾ റാസിലിന് എന്തോ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അത് ക്ലോസ്ഡ് ആയി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഒരാള് അല്ല 2 പേര്. നേരത്തെ വന്ന ആളും തന്നെ. Come to take your revenge, demon. Back to hell. നേരത്തെ വന്ന ആളെ കണ്ടോന്നു. I recognize these two as my former brethren, in life as Sarafan, and in unlife as Kain's vampire sons. Okay. Melchiah and Zephon, the Melchiah and weakest of Zephon. Kain's brood. These Kain, bastards had okay. no ഇപ്പോൾ idea human of form the future ഉള്ള lay in store for them. ബ്രദറെ. How they would become the very പക്ഷെ thing പിന്നെ they so despised. കെയിനിന്റെ The Reaver hummed with Sons ravenous എന്ന രീതിയിൽ. anticipation.
Janos had called it a vampiric blade, endowed with the power to drain its victims of their lifeblood. I was eager to see what the Reaver would do to these two. ഓക്കെ, രണ്ടുപേരും ഒന്നും എനിക്ക് എന്തായാലും മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം ക്ലോസ് ചെയ്ത് രണ്ടും കൂടെ എന്നെ പഞ്ഞിക്കിട്ടും ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് പക്ഷെ ശ്രദ്ധിച്ചോ, റാസിന് ശക്തി പോണില്ല. ആയി കൊള്ളാല്ല, പിന്നെ കുഴപ്പമില്ല. ഒന്ന് മുതു ചൊറിഞ്ഞു, എൻ്റെ മുതു ഭയങ്കര വേദന. അങ്ങനെയൊന്നും ചൊറിയില്ലേ, അതൊക്കെ ചൊറിഞ്ഞ് എനിക്ക് വേദനിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ തോണ്ടിത്തരോ. അവിടെ തന്നെ തോണ്ട് അവിടെ തന്നെ കുറച്ച് തോണ്ടിത്താ. എവിടെയാ തോന്നണ്ടാ? അയ്യോ, എൻ്റെ കാലിൻ്റെ ഇടയിലേ കൊണ്ടുപോകണം. തോണ്ടിത്തരോ കുറച്ച്. തോണ്ടൂന്നേ, തോണ്ടു പ്ലീസ്. അയ്യോ മാര, എന്താ ഇത്? ഞാൻ തരുന്ന എനിക്ക് ഓർക്കും ചാവടേ, ചാവത്തൂല്ല. കൊറേ വെട്ടട്ട് വെട്ടണം. ഒരുത്തനെ കിട്ടും. അവന്റെ സോൾ ഇങ്ങനെ പോയില്ലേ. സോ ഇവനെ നമുക്കിനി പച്ചക്ക് കുത്താം. As Melchiah and Zephon fell before my blade, I felt the Reaver's bloodthirst as keenly as I ever had when I was still a vampire. I could sense the boundary between us dissolving. The Reaver was consumed with my rage, and I was intoxicated by its bloodlust. The blade had a vitalizing effect on me. My physical energy no longer decayed over time, and the wounds inflicted by my foes healed almost instantly. The Reaver had made me invincible. സോ ഈ ബ്ലേഡിന്റെ വാമ്പയറിക് ബ്ലേഡ് എന്നല്ലേ പറയണത്, വാമ്പയറിക് ബ്ലേഡ് എന്നല്ലേ പറയണത്. അത് യാനസ് ഓർഡർ. സോ ഇത് റാസിലിന്റെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പവർ നൽകുന്നുണ്ട്. അതായത് വിക്ടിംസിന്റെ എനർജി എടുത്തോട്ട് റാസിലിന്റെ വൂൺസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം എനിക്കൊരു ഡൗട്ട്, നമുക്കൊന്ന് സ്പെക്ട്രം ഒന്ന് പോയി നോക്കാൻ. The Reaver exerted some mysterious power over me. It sustained my energy, enabling me to prolong my physical manifestation indefinitely. In fact, bonded to the blade as I was, I could no longer shift into the spirit realm at will. Nor was I able to summon the Reaver's twin, for my wraith blade had been disabled in the confrontation with Mobius. So റാസിലിന്റെ ബ്ലേഡ് ഇവിടെ അടച്ചേക്കണം. റാസിലിന്റെ ബ്ലേഡ്, അതായത് റോത്ത് ബ്ലേഡ് അവിടെ അടച്ചേക്കണം. സോ റാസിലിന്റെ റൈറ്റ് ബ്ലേഡ് ആക്ച്വലി ഡിസേബിൾഡ് ആയി കിടക്കുകയാണ്. അപ്പം റാസിലിന് പോകാൻ, അതായത് അത് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇതിലോട്ട്, അതായത് ഈ ബ്ലേഡിലോട്ട് റാസിൽ ആക്ച്വലി ബൗണ്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റാസിലിന് സ്പെക്ട്രം വേൾഡിലോട്ട്, അതായത് സ്പിരിറ്റ് വേൾഡിലോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് വഴി. ആകെ ആ വഴി ഓപ്പൺ ആയിട്ടുള്ളൂ. സോ ഇനി ആര്? ഇത് ക്ലോസ്ഡ് ആയി. സോ ഇവിടെ രണ്ടുപേരുണ്ട്, ഇവരെയും കൊല്ലേണ്ടി വരും. ആക്ച്വലി ഇതെല്ലാം ബോസ് ഫൈറ്റ് ആണ് കേട്ടാ. ഇപ്പൊ ഒരു ബോസ് ഫൈറ്റ് കണ്ട്. ഓക്കെ, ബ്ലാക്ക് ഹാർട്ട് എന്നതിന്റെ പേര് കേട്ടാ. ഓക്കെ, okay. My former brethren Duma and Rahab confronted me next. Duma and Rahab. This all seemed so elegantly choreographed. Exhilarated by the Reaver, I was drunk with revelations.
I could finally appreciate the delicious irony of Kain's blasphemous private joke, and I reveled as I colluded with him across the centuries. For it was I who put these bastards in their tomb, thus providing the corpses for Kain to raise as his vampire sons a millennium from now. ഓക്കെ, ഇവരൊക്കെ ഇനി മരിച്ചു കഴിഞ്ഞ് വാമ്പയർ സൺസായി മാറുമെന്നാണ് റാസിയിൽ പറഞ്ഞത്. ആരുടെ കെയിനുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഫോക്കസ് ചെയ്ത് അടിക്കുന്നില്ല, കാരണം ഫോക്കസ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് കിട്ടുന്ന മരയില്ലാത്ത ഞങ്ങൾക്ക് ഞാൻ പഞ്ഞിക്കിട്ടാണ് നേരെ അടിയിടല്ലേ. 3, 4, 5, 6, 7, 8. ശക്തിപാത്തൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ എപ്പോഴും സ്പിരിച്വലിലോട്ട് ഞാൻ ഇപ്പോൾ കിടന്നെ. ലാവന്മാരെ വന്നാലും കുഴപ്പമില്ല. ലാവന്മാരെങ്കിൽ അവന്മാരെ കൂടെ കുറവ്. ഓക്കെ, ഗ്രാമവാസി നിങ്ങൾക്ക് പിടിച്ചോ. ചാവത്തൂല്ലേ? വന്ന് ചാവത്തില്ല. ഈ പെടി ഗ്രാമവാസി ചാവടർക്ക തെണ്ടി പട്ടി തെണ്ടി മാറി ചെറ്റ് എന്നെ കുത്തണ. ഡാർക്ക് സോളിന്റെ ഇത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. നല്ലത് ഡാർക്ക് സോൾ അത്രയും കണക്കിന്റെ കളിയാണ്. സെക്യൂറൊക്കെ കണക്കിന്റെ കളിയാണ്. പഞ്ഞിക്കീടട്ടാ കൊന്നു. റാസിയിൽ അവനെ കൊന്നു. അങ്ങനെ ഡോർ ഓപ്പൺ ആക്കി. അങ്ങനെ ഇവന്മാരെല്ലാം ചത്തു. ഇനി കെയിൻ റിസറക്റ്റ് ചെയ്ത് അവന്റെ സൺസ് എന്ന രീതിയിൽ കൊണ്ടുപോയി. അപ്പോൾ അതുവരെ കാത്തിരിക്കാം. അതും ഡോർ ക്ലോസ് ആയി. ഇതാരും ഇവിടെ ഇവനാണ് നേരത്തെ അവൻ്റെ കൂടെ വന്നു. And here at last was my brother Tyrell, who along with Duma would bear me into the abyss without questioning. So righteous, even as a vampire. I guess some habits die hard. The vampire Tyrell had eluded my vengeance. The Sarafan Tyrell would not. നീ എന്നെ വെട്ടാറായില്ലടാ പാട്ടി തേണ്ടി ചേറ്റ്. അവൻ കുത്താറായി. സോറി, നീ എന്നെ വെട്ടിയില്ല, നീ എന്നെ കുത്താറാണ്. ഞാൻ വെട്ടിത്തരാം. നീ ബ്ലോക്ക് അടിക്കേണ്ടതൊക്കെ നിനക്ക് നിന്റെ ശക്തി പോവില്ല. ഒരു ശക്തി നെവർ ഗോ. ഒന്നും വെട്ടാൻ നടക്കൂല. ഇതേ നടക്കൂ. പടച്ചട്ട കൊണ്ടാണ് ഇങ്ങനെ എന്നെ കൊല്ലാൻ. ഇതെങ്ങനെയാ?
ഏണ്ടി. ഓക്കെ, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കാൻ പറ്റൂല, നോക്കട്ടെ. തുറക്കടാ. തുറക്കൂല കേട്ടോ. ഓ ഹോളിഷിറ്റ്. ഇവിടെ നമ്മൾ ആ വില്യമിന്റെ ടൂമ്പില്ല. സോ അതായത് വില്യം മരിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, വില്യം മരിച്ചിട്ടില്ല. സോ ഇനി ഇവിടെ എന്താണ് ആക്ച്വലി നടക്കാൻ പോകുന്നത്? എനിക്കൊരു ഡൗട്ട്. അതായത് ഇപ്പം നമ്മൾ സറഫാൻ്റെ അകത്തുള്ള റാസിലിന്റെ നേരത്തെ ബ്രദറിൻസിനെ എത്രയും നമ്മളിപ്പോൾ കൊന്നു. അത് ടോട്ടൽ ആദ്യം 2, ഇനി 2, പിന്നെ 1, അങ്ങനെ ടോട്ടൽ 5 പേരായി. ടോട്ടൽ 6 പേരുണ്ടല്ലോ ഉള്ളതെന്ന് പറഞ്ഞത് റാസിൽ നേരത്തെ. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോണ റാസിലിനെ ആയിരിക്കും. Of course, as I thought. Here we are. Raziel facing Raziel. And now you've come for me. You'll find I'm not such easy prey. Yeah. I don't want to kill you, but I will if I must. Return the heart to me and we can end this now. So, you've come to avenge that filthy parasite and reclaim his foul heart. You're a righteous fiend, aren't you? Apparently I am. No vampire. ഇവർക്ക് തമ്മിൽ സംസാരിച്ചൂടെ? ഞാനെന്നുള്ളത്. Now, let's finish this. I'll make it mercifully quick. As you did for Janos? No, that beast had eluded us for far too long. It would have been a shame to end him too quickly. It's ironic, really. The great Janos Ordrin turned out to be no challenge at all. Thanks to you. Did you hear his cowardly screams when I tore that black heart out of his carcass? ഓക്കെ, റാസേലിനെ കാരണം യാനോസ് ഓർഡറിൽ മരിച്ചു. ബ്ലാക്ക് ഹാർട്ട് അവൻ്റെ അടുത്ത് എടുത്തു. സോ റാസേലിന് ഇപ്പം അവനെ കൊല്ലേണ്ടത് അനിവാര്യമാണ്. റാസേൽ തന്നെയാണ് റാസേലിനെ കൊല്ലുന്നത്. സോ ആക്ച്വലി സെറഫൻ സ്ട്രോങ് ഹോൾഡിനെ കൊന്നത് റാസേലാണ്. സോ ഇവിടെ ആക്ച്വലി ഒരു പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യില്ലേ? കാരണം അറ്റ് ഫസ്റ്റ് റാസേലിനെ തന്നെ കൊല്ലുന്നു, അപ്പം ഹിസ്റ്ററി ചേഞ്ച് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ റാസേലിനെ കൊല്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പാരഡോക്സ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ റാസേൽ മരിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള റാസേൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. അതായത് നമ്മൾ പ്ലേ ചെയ്യുന്ന വാമ്പയർ ഡീമൺ റാസേൽ ഉണ്ടാവില്ലല്ലോ. സോ അങ്ങനെ അപ്പോൾ ഇവിടെ റാസേൽ ഇവൻ മരിക്കേണ്ടത് അനിവാര്യമാണ്, ഹ്യൂമൻ റാസേൽ. എങ്കിൽ മാത്രമേ വാമ്പയർ റാസേൽ ഉണ്ടാവത്തുള്ളൂ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യൂമൻ റാസിനെല്ലാം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരഡോക്സ് ക്രിയേറ്റ് ആവില്ല. സോ പിന്നെ ടൈം സ്ട്രീമിംഗ് ഡിവൈസിൽ Come on, man. Come here. Yeah. Okay, Rasil. സർക്കിൾ വെച്ച് ഓക്കെ. ഹോളി ഷിറ്റ്, റാസേലിനെ കൊന്നു. സോ ഹിസ്റ്ററി വീണ്ടും റീറൈറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. My history comes full circle. Yeah, full circle. റാസേൽ മരിച്ചു, റാസേൽ വാമ്പറായിട്ട് ബോൺ ചെയ്തു, ഇതാ വീണ്ടും വന്നു. Sensing its twin, the wraith blade uncoiled itself from me and instead wound lovingly around its former self. ട്വിൻ ബ്ലേഡിനെ കണ്ടപ്പോ I felt its grip loosen. ഈ ബ്ലേഡ് And as the blade left സോൾ me, റിവർ
Its absence അതിൻ്റെതായിട്ട് chilled പ്രവർത്തിക്കാൻ me തുടങ്ങി. more than its presence ever had. A foreboding sense of emptiness and loss stole over me. ഓക്കെ. A terrible revelation gathered like a storm at the edge of my awareness. ഓക്കെ. With all other foes exhausted, the conjoined blades turned themselves on me, and I Okay. realized, finally, why I had sensed nothing when Janos offered me the blade. The Reaver was never forged to be a soul-stealing weapon. The ravenous, soul-devouring entity trapped in the blade was, and always had been, me. സോ ഈ This is why ബ്ലേഡിൽ the blade was destroyed when Kain tried to strike me down. ഓക്കെ. The Reaver could not devour its own soul. The paradox shattered the blade. ഓക്കെ. So, this was my terrible destiny. To play out this purgatorial cycle for all eternity. I could not bear it. Despair overwhelmed സോ യാനോസിന്റെ കയ്യില് you. ഈ സോൾ റിവർ ഇരുന്ന സമയത്ത് റാസിയല് ഉണ്ടായിട്ടില്ല, ഈ വാമ്പയർ റാസിയല്. അതുകൊണ്ടാണ് അത് എന്താ പറയാ, പക്ഷെ ഇപ്പം മരിച്ചപ്പോ ഇവന്റെ ഇതും കൂടെ വന്നപ്പോ Fight it, Raz. അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം കെയിൻ ഇവിടെ വന്നു. അപ്പൊ അതിനർത്ഥം ഇനിയാണ് ഇനിയായിരിക്കോ കെയിൻ വില്യമിനെ കൊല്ലുന്നത്? സോ കെയിൻ എന്തിനാ വേണ്ടി വെയിറ്റ് ചെയ്യണം? Unable to hold on any longer. സോ റാസിയലാണ് ഇതിന്റെ കീ The എന്ന Reaver രീതി was വന്നു. too strong. റീവർ Compulsion to റാസിയലിനെ ഡിവോർ simply ചെയ്യണം ഇപ്പൊ. let go. ഓക്കെ. Too great. And then a growing sense of vertigo and the familiar displacement. The paradoxical moment when my twin soul hovered both outside and inside the Reaver blade. ട്വിൻ സോൾ. This was Wow. the instant. The glimmer of temporal distortion Kain had been counting on all along. ഓക്കെ. This was the edge of the ഓക്കെ. coin. കെയിൻ പറഞ്ഞ എഡ്ജ് The ഇതാണ്. minute flicker of probability upon which Kain had അതായത് gambled ഇൻസൈഡിലും അല്ല everything. ഔട്ട്സൈഡും അല്ല എന്ന രീതി വരുമ്പോ കെയിൻ ഓക്കെ റാസിലിനെ മരിക്കാൻ വിട്ടുകൊടുത്തില്ല. വാവ്, സൂപ്പർ. Now you are free to reclaim your true destiny, Raziel. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി വീണ്ടും റീറൈറ്റ് ചെയ്യപ്പെടുക എന്ന രീതിയിലാണോ? Behind Kain's eyes, I could see Okay, new എന്തോ memories സംഭവിക്കുന്നു. blooming and dying as history labored to reshuffle itself around this Okay, reshuffling ആണ് monumental obstruction. history. And I could see by the dawning horror on his face that perhaps we had strained history too far this time. That by trying to alter my fate, he may have introduced a fatal paradox. ഓക്കെ. My God. The Hilden. We walked right into their ഹിൽഡന്റെ ട്രാപ്പിലോട്ട് നേരെ ചെന്ന് കയറി എന്നാണ് പറയണത്. Janos must stay dead. ഓക്കെ, യാനോസ് മരിച്ചിനെ കിടക്കണമെന്നോ? ഓക്കെ. was lost Raziel as I slipped spiritual, into the okay. spirit realm, too weak to maintain my physical form. And there, waiting for me as always, was the Reaver, the Wraithblade, my own soul, twinned Okay. and bound eternally to me. And I realized that I could never escape my terrible destiny. ഓക്കെ. I had merely postponed it. ഓക്കെ. History abhors a Okay. paradox. ഹിസ്റ്ററി അപ്പോസ് പാരഡോക്സ്. ഓക്കെ. സോ ഗായ്സ്, ഇവിടെ എന്താണ് നടന്നത് നമുക്ക് മനസ്സിലായി ഏകദേശം. കാരണം റാസിയല് ബാക്കിയുള്ള ബ്രദേഴ്സിനെയൊക്കെ കൊന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് എൻഡ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്കിങ്ങനെ കാണിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഒരു മിന്നുന്ന കണക്ക്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഹിസ്റ്ററി അബോർസ് എ പാരഡോക്സ് എന്നാണ്. അപ്പം റാസിയലിൻ്റെ ഡെസ്റ്റിനി എന്താണെന്ന് നമുക്കിവിടെ മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ റാസിയൽ ഇത്രയും ദൂരം വന്നപ്പോഴും ഫസ്റ്റ് യാനോസ് ഓർഡറിൻ്റെ ആ സോൾ എടുത്തപ്പോഴും ആ സോൾ റിവർ ആ സമയത്ത് എടുത്തപ്പോൾ റാസിയലിനൊന്നും തോന്നിയില്ല, അതായത് എന്താ രീതിയിലുള്ള രീതി. അപ്പോൾ ആക്ച്വലി എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി റാസിയൽ, അതായത് ഇപ്പം റാസിയലിനെ കൺസ്യൂം ചെയ്യാനായിട്ട് രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു. അതായത് റാസിയൽ ഈസ് ബിലോങ് ടു
ആ സോൾ റീവർ ഇറ്റ്സെൽഫ്, അതായത് അതിൻ്റെ അകത്തേക്കാണ് റാസിയൽ കടന്ന് ചെല്ലേണ്ടെന്ന രീതിയിൽ നമുക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റാസിയൽ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ടായിരുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം ഫസ്റ്റ് റീവറിൽ ആക്ച്വൽ റാസിയൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതായിട്ടും രണ്ടാമത് റൈറ്റ് ബ്ലേഡ് വന്നതിന് ശേഷം അതായത് എനിക്കൊന്ന് റൈറ്റ് ബ്ലേഡിലാണ്, അതായത് റാസിയൽ വീൽഡ് ചെയ്ത റൈറ്റ് ബ്ലേഡ് ആക്ച്വലി റാസിയലിൻ്റെ ഒരു ഫ്യൂച്ചർ സെൽഫും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റാസിൻ്റെ റൈറ്റ് ബ്ലേഡിൽ ആക്ച്വലി റാസിയൽ ഇല്ലായിരുന്നു. ആ കിട്ടിയ സോൾ ഡ്രൈവിൻ്റെ അത് റാസിയൽ ആക്ച്വലി ഇല്ലായിരുന്നു. സോ ഇത് രണ്ടും കൂടെ ഒരു മെർജ് ചെയ്യുന്ന രീതി വന്നപ്പോൾ റാസിയലിനെ എന്താണ് കൺസ്യൂം ചെയ്ത് റാസിയലിൻ്റെ ആക്ച്വൽ ഫേറ്റ് എന്താണ്, ആ ബ്ലേഡിൻ്റെ അകത്ത് പോവുക എന്നുള്ളതാണ്. അപ്പം അവിടേക്ക് റാസിയൽ പോകുവാൻ വേണ്ടി നിർബന്ധിതനാവുകയാണ് അവിടെ. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാരഡോക്സിക്കായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വട്ടാവുന്ന രീതിയിൽ വരുന്നുണ്ട്. എന്താണ് ഇവിടെ കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ ആക്ച്വലി റാസിയലിൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ ഡ്രൈവറിൻ്റെ അകത്ത് വരികയാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് തന്നെ കെയിൻ വരുന്നുണ്ടായിരുന്നു. കെയിൻ വന്ന് ഇങ്ങനെ ആ സമയത്ത് നോക്കിയപ്പോൾ കെയിൻ പറയുന്നുണ്ടായിരുന്നു ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ. പക്ഷേ കെയിൻ അവിടെ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്ന റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി. അപ്പോൾ ആ കോയിനിൻ്റെ എഡ്ജ് എന്ന രീതിയിൽ വരുന്നത് കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് റാസിയലിൻ്റെ സോൾ, അതായത് 2 സോൾ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് റാസിയലിൻ്റെ സെൽഫും മറ്റേ സോൾ റീവറിലുള്ള സോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ നിൽക്കിയപ്പോൾ റാസിയൽ എന്താണ് ആ സമയത്ത് കെയിൻ വന്നുകൊണ്ട് ആ സോൾ റീവർ വലിച്ചൂരി കളയുകയാണ്. അപ്പോൾ ആക്ച്വലി ആ ടൈമിലായിരിക്കാം റാസിയൽ അവിടെ ഡിവോർ ആവാൻ വേണ്ടി ഉള്ളത്. അതായത് ഒരുപാട് ടൈം വന്നായിരുന്നു റാസിയൽ ഡിവോർ ആവാനുള്ള സമയം. അതായത് ഫസ്റ്റ് ഹിസ്റ്ററി റീഷവൽ ചെയ്ത സമയത്ത്, അതായത് വില്യമിൻ്റെ ട്യൂബുള്ള സമയത്ത് റീഷവൽ ചെയ്യാൻ വേണ്ടി കെയിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് മാറി വീണ്ടും വില്യം ട്യൂബിൽ കൊണ്ട് ഹിറ്റ് ചെയ്ത് അങ്ങനെ പോയി. പിന്നെ വേറെ രീതിയിൽ നമ്മളങ്ങനെ കണ്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസിയൽ പിന്നെ ആദ്യം ഒരു തവണ വന്നപ്പോൾ ബ്ലേഡിനെ റാസിയൽ തന്നെ അത് ഷാറ്റേഡ് ബ്ലേഡിനെ റാസിയൽ അത് ചേർത്ത് വെപ്പിച്ചായിരുന്നു. അതൊന്നാമത്തത് മോബിയസും കൂടെ വന്ന സമയം. രണ്ടാമത്തത് കെയിനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ആ സമയത്താണ് നമ്മുടെ വില്യമിൻ്റെ ട്യൂബ് പൊട്ടിക്കുന്നത്. പിന്നെ മൂന്നാമത്തതാണ് ഇപ്പം പക്ഷേ റാസിയലിനെ പിടിച്ചെടുത്താൻ പറ്റിയില്ല. റാസിയലിനെ ഡിവോർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ റാസിയലിനെ അപ്പം തന്നെ മനസ്സിലായി ഓൾറെഡി ഞാൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന രീതിയിലാണ്. കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന രീതിയിലാണ് റാസിയൽ പറയുന്നത്. അപ്പം എന്തൊക്കെയായിരുന്നാലും ഈ അതിൻ്റെ അകത്ത് അത് സോൾ ഡിവോറിങ് എന്നല്ല, തൻ്റെ അകത്തിരിക്കുന്ന ആൾ അതെപ്പോഴും ഞാൻ തന്നെ ആയിരുന്നു എന്ന രീതിയിൽ റാസിൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റാസിന് പിടികിട്ടി റാസിൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ അതിലോട്ട് അഴുകി ചേരുക, അതായത് അതിലോട്ട് ചേരുക എന്നതാണ്, അതായത് സോൾ ഡ്രൈവറിലോട്ട് ചേരുക എന്നതാണ് റാസിലിൻ്റെ ഡെസ്റ്റിനി എന്ന് അവിടെ റാസിയലിന് മനസ്സിലായി. അപ്പോൾ കെയിൻ ആ സമയത്ത് വരികയും ആ തക്ക സമയത്ത് തന്നെ, അതായത് ആ കോയിൻ്റെ എഡ്ജ് നിൽക്കുന്ന ആ സമയത്ത് തന്നെ രീതിയിൽ അത് സോൾ റിവർ വലിച്ചു വരികയും ഹിസ്റ്ററി അവിടെ റീറൈറ്റ് അല്ല ആക്ച്വലി ചെയ്തത്, റീഷഫിൾ ചെയ്തത്. ആക്ച്വലി അവിടെ പ്ലാൻഡ് ആയിട്ടുള്ളത് റീഷഫിൾ ചെയ്യുകയും കെയിന് പിന്നെ വേറെ കുറേ ഓർമ്മകളൊക്കെ കയറി വരികയും ചെയ്തു. അപ്പോൾ കെയിൻ പെട്ടെന്ന് അന്തം വിട്ടു. കാരണം വീണ്ടും നമ്മളൊരു ട്രാപ്പിൻ്റെ അകത്ത്, റൈറ്റ് ഇൻ ടു ട്രാപ്പ് എന്നാണ് പറയുന്നത്, അവർ ട്രാപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ വീഴുന്നു. അപ്പോൾ ആക്ച്വലി അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. ആ ഹിസ്റ്ററി അവർക്ക് ഇപ്പോൾ കിട്ടിയ ഹിസ്റ്ററിയും പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതായത് ഹിൽഡൻ എന്ന് പറയുന്നത്, മേ ബി ഹിൽഡൻ എന്ന് പറയുന്നത് ഡാർക്ക് എൻറ്റിറ്റിയാണ്. അപ്പോൾ ആ സെയിം ടൈം തന്നെയാണ് അവിടെ കറപ്ഷൻ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സർക്കിൾ ഓഫ് 9 അത്രയും വകവരുത്തുന്നെല്ലാം ആ സമയം തന്നെയാണ്, സെയിം ടൈം സൈമൾട്ടേനിയസ് ആണ് എല്ലാം സംഭവിക്കുന്നത്. സർഫാൻ്റെ എല്ലാവരും മരിക്കുന്നു, കറപ്ഷൻ ഉണ്ടാവുന്നു, എല്ലാം കൂടെ ഇങ്ങനെ വരുന്നു. സോ ഇനി ഇപ്പോൾ റാസിൽ ഇപ്പം കംപ്ലീറ്റ്ലി ഡ്രെയിൻഡായി സ്പിരിറ്റ് വേൾഡിലോട്ട് പോയിരിക്കുകയാണ് റാസിയിൽ. സോ റാസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പവർ ഇല്ല എന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഗെയിം എൻഡ് ചെയ്യണം, അതായത് ഗെയിം ഒരു കംപ്ലീറ്റ് ആവാതെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ടു ബി കണ്ടിന്യൂഡ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ആസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗെയിമിൻ്റെ ഏറ്റവും അവസാനം ആ പാരഡോക്സിൻ്റെ അത് പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. സോ നമുക്ക് ഏകദേശം മനസ്സിലാവും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. ആ പാരഡോക്സിലാണ് ആക്ച്വലി അവർ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ആ പാരഡോക്സ് എന്ന രീതിയിലാണ് അവിടെ വരുന്നത്. അതായത് ഹിസ്റ്ററി അബോർസ് എ പാരഡോക്സ് എന്ന രീതിയിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഫുൾ ഇനി എന്തായിരിക്കും ഇനി കെയിൻ ചെയ്യാൻ പോകുന്നത്? കെയിൻ ഇനി വില്യമിനെ കൊല്ലാനായിരിക്കും പോകുന്നത്, അല്ല വേറെ വല്ല? കാരണം ഇപ്പോൾ പുതിയ മെമ്മറി ഉണ്ടായതുകൊണ്ട് ഇനി എന്തായിരിക്കും ചെയ്യുന്നത്? ഇനി ഹിൽഡൺ എന്നൊരു പുതിയൊരു ഡാർക്ക് എൻറ്റിറ്റി വന്നിട്ടുണ്ട്. സോ ഇനി എന്തായിരിക്കും അവരുടെ ഐഡിയ, അതായത് അവരിനി ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് എന്തായാലും അടുത്ത സോൾ റിവറിൻ്റെ ഗെയിമിലെ കാണാൻ പറ്റും, അതായത് അടുത്ത ലെഗസി പെയിനിലെ കാണാൻ പറ്റുള്ളൂ. സോ അവരുടെ ഇനി മേ ബി നമുക്ക് സോൾ റിവർ ഡിഫയൻസ് എന്നതിലുണ്ട്, അതിലായിരിക്കും മിക്കവാറും ഫുൾ സ്റ്റോറി എന്ന രീതിയിൽ വരുന്നത്. കാരണം ലാസ്റ്റ് അവസാനം ഇറങ്ങിയത് അത്, അതിനുശേഷം ഇറങ്ങിയ നോസ്കോത്ത് എന്ന് പറഞ്ഞ ഗെയിം ആക്ച്വലി അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞില്ല എങ്ങനെയാണെന്നുള്ളത്. സോ ഡിഫയൻസ് വരെ നമുക്കുള്ളൂ. സോ ടോട്ടൽ ഗെയിംസ് പറയുകയാണെങ്കിൽ നമുക്ക് ലെഗസി ഓഫ് കെയിൻ ബ്ലഡ് ഡൊമൻ, ലെഗസി ഓഫ് കെയിൻ സോൾ റിവർ, പിന്നെ ലെഗസി ഓഫ് കെയിൻ സോൾ റിവർ 2, പിന്നെ ലെഗസി ഓഫ് കെയിൻ ബ്ലഡ് ഡൊമൻ 2, പിന്നെ ലെഗസി ഓഫ് കെയിൻ ഡിഫയൻസ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഗെയിമിലോട്ട് നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ ഗായ്സ്, ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ കണക്കിന് നമ്മൾ ഈ ഗെയിം കളിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്റ്റോറി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് റിസർച്ച് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് അതായത് നമ്മൾ പ്ലേ ചെയ്യുന്ന അറ്റ് ദ മീൻ ടൈം നമ്മൾ പ്ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റോറിയും മനസ്സിലാക്കിക്കൊണ്ടങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് പ്ലേ ആൻഡ് ലേൺ എന്ന രീതിയിൽ വരും. സോ ഗായ്സ്, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ, അതായത് ഈ ഗെയിം പ്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നൽകിയ സപ്പോർട്ടും ഇനിയും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എസ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ എന്തായാലും ഗായ്സ്, ഇപ്പോൾ ക്രെഡിറ്റ് സീൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അങ്ങറ്റം വരെ ഇരിക്കുന്നില്ല, ഞാൻ എന്തായാലും ഫുൾ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. So guys, until then, the By Road narrator is signing off. Bye bye.